ലഹരി വസ്തുക്കൾ ഉയർത്തിക്കാട്ടി എക്സൈസിനെ വെല്ലുവിളിച്ച് കോഴിക്കോട് മേപ്പയൂർ സ്വദേശി താൻ പൈസ കൊടുത്തു വാങ്ങിയതാണെന്നും പോലീസിനും എക്സൈസിനും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുമാണ് ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള വെല്ലുവിളി. വിഷ്ണു എന്ന യുവാവാണ് മിസ്റ്റർ ബുദ്ധൻ എന്ന അക്കൗണ്ടിലൂടെ ലഹരി മരുന്ന് പ്രദർശിപ്പിച്ച് വെല്ലുവിളി മുഴക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം എക്സൈസുകാർ വന്നവർ എന്നോട് പറഞ്ഞെന്താണ്, മോനെ എന്റെ കൈമൊന്നൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയതാണ് കേസ് വേറെ വകുപ്പിൽ ഇനി ജയിലിൽ പോകുന്ന അവിടെ കിടക്കേണ്ടി വരുന്നത്. അത് പോലീസുകാരുടെ റോള്, നമ്മളെ റോള്. ഞാൻ സാറോട് പറഞ്ഞ കാര്യം ഇത് ഞാൻ ഇഞ്ച പൈസ കൊടുത്ത് വാങ്ങിയത്. അതായത് ഒരു റുപ്യ നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ എന്റെ പണിക്ക് പോയിരുന്ന വേർത്തൊലിച്ചിട്ട് അധ്വാനിച്ച് വാങ്ങിയ സാധനങ്ങളാണ്. അത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. പിന്നെന്താണ്, എന്റെ ശരീരമാണ് ഇതിൽ വടക്കുന്നത്. അതിൽ ദോഷം എനിക്ക് ഇനിയാണ്. അതുകൊണ്ട് എന്താണ് ഒക്കെയാണെങ്കിൽ സഹിച്ചോളൂ. അതിൽ നിങ്ങളങ്ങനെ തുള്ളിക്കളിച്ചിട്ട് കാര്യമില്ല. വിട്ടോന്ന് പറഞ്ഞു ഓരങ്ങ് പോവുകയും ചെയ്തിരിക്കും. പിന്നെ അല്ല റബ്ബറിന് വെച്ചാൽ സീരിയസ്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നിഖിൽ പ്രമേഷാണ് ചേരുന്നത്. നിഖിൽ, മിസ്റ്റർ ബുദ്ധൻ എന്ന അക്കൗണ്ട്, പക്ഷെ അക്കൗണ്ടിലൂടെ പ്രചരണം നടത്തുന്നതൊക്കെ ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകളൊക്കെ. എന്താണ് ഇതിലൊരു തീരുമാനമായോ? എക്സൈസിന്റെ പിടിയിലായോ? എന്താണ് വിവരങ്ങൾ? ശ്രീനിധി, എക്സൈസ് സംവിധാനത്തിനും പോലീസിനും ഒക്കെ നാണക്കേടാണ് ഈ യുവാവ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറായിട്ടും ഈ യുവാവിനെതിരെ ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ എവിടെയാണ് പരാജയപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഈ യുവാവിന്റെ അക്കൗണ്ടിൽ ഞാൻ കയറി നോക്കിയപ്പോൾ നിരവധി ഇത്തരത്തിലുള്ള വീഡിയോകൾ, അതായത് ഈ ഡ്രഗിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള, ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള സന്ദേശങ്ങളാണ് 7000-ലധികം ഫോളോവേഴ്സ് ഉള്ള തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ വിഷ്ണു എന്ന യുവാവ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കയ്യിലൊരു കവർ വെച്ചുകൊണ്ട്, അത് MDMA ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അതിലൊരു ലഹരി വസ്തു ഉണ്ട്, അത് ഉയർത്തി കാണിച്ചുകൊണ്ട് യുവാവ് ഇങ്ങനെ ഘോരം പറയുകയാണ്, ഞാൻ എന്റെ പണം കൊടുത്ത് വാങ്ങിയതാണ്, എന്റെ വീട്ടിലെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഇത് അതിനടിയിൽ ചില കമന്റുകൾ കണ്ടു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ചില കമന്റുകൾ കണ്ടു. അപ്പോ ഈ വിഷയം ഞാൻ അല്പസമയം മുൻപ് ജില്ലാ എക്സൈസ് കമ്മീഷണർ അറിയിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നത് നേരത്തെയും ഇതുപോലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.